സുഹൃത്തുക്കളെ, ഈ കാണുന്നത് ഒരു വള്ളമാണ് കേട്ടോ. 2019 ഞാൻ സ്വന്തമായി നിർമ്മിച്ച ഒരു വള്ളമാണ്. രണ്ട് ഡ്രമ്മുകൾ ഉപയോഗിച്ചാണ് ഈ വള്ളം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിപ്പം ഇതിന് മുൻപ് എൻ്റെ മുൻപിലത്തെ ഫോട്ടോ ഇതാണ്. ഇപ്പം ഞാനിത് കുറച്ച് അറ്റകുറ്റപ്പണികൾക്കായി അഴിച്ചു മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ സൈഡൊക്കെ തടി കൊണ്ടായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പം തടിയൊക്കെ പോയതുകൊണ്ട് നമ്മളിപ്പം സ്ക്വയർ ട്യൂബിൽ ഇതിൻ്റെ ഫ്രെയിമും ഇരിക്കുന്ന ഭാഗങ്ങളും ഒക്കെ നിർമ്മിക്കുകയാണ്. ഇപ്പം സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ആ പണി നിർത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഈ സൈഡിലായിട്ട് നമ്മളിവിടെ കെട്ടിവെച്ചിരിക്കുകയാണിത്. രണ്ട് ഡ്രമ്മുകൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. രണ്ട് വലിയ ഡ്രമ്മുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ രണ്ട് ഡ്രമ്മുകൾ കീറി നാലാക്കിയതിന് ശേഷം രണ്ട് ഭാഗം ഇത് നട്ടുപോൾട്ടിട്ട് മുറുകിയിരിക്കുകയാണ്. രണ്ട് ഭാഗം ചുണ്ടുണ്ടാക്കിയിട്ട് ഇത് ജോയിൻ്റ് ചെയ്തിരിക്കുകയാണ് നട്ടുപോൾട്ടിട്ട്. എന്നിട്ട് MCലൊക്കെ വെച്ച് ഫില്ല് ചെയ്ത് ലീക്കൊക്കെ മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഇത് വെള്ളത്തിലിറക്കിയത്. രണ്ട് പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും ഈ വള്ളത്തിൽ. ഇതൊരിക്കലും താന്നു പോവില്ല വെള്ളത്തിൽ. ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് 4 ഇഞ്ചിൻ്റെ PVC പൈപ്പ്, 3 PVC പൈപ്പ് വീതം ഓരോ സൈഡിലും, ടോട്ടൽ 6 PVC പൈപ്പ് നമ്മൾ ഇതിനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പൈപ്പൊക്കെ നമ്മൾ അഴിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇവിടെ വെള്ളം കയറുന്ന സമയത്ത്, ഈ പാടത്തൊക്കെ വെള്ളം കയറുന്ന സമയത്ത് നമ്മളിത് മീൻ പിടിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. 2018 പ്രളയത്തിന് ശേഷമാണ് ഇത് നിർമ്മിച്ചത്. 2019 2 പ്രാവശ്യം വെള്ളം ഇവിടെ കയറിയായിരുന്നു. ഒരുപാട് ആളുകൾക്ക് അന്ന് ഉപകാരമായിരുന്നു ഈ ചെറിയ വള്ളം കേട്ടോ. ഇവിടെ നല്ല ഹൈറ്റിലാണ് വെള്ളം കയറുന്നത്. ഈ പുഞ്ചയ്ക്ക് അപ്പുറം കാണുന്നത് അച്ചൻകോവിലാറാണ് കേട്ടോ. അതുകൊണ്ട് ആ മരങ്ങൾ നിൽക്കുന്നതിൻ്റെ അപ്പുറം അച്ചൻകോവിലാറാണ്. വെള്ളം കയറുന്ന സമയത്ത് ഇവിടെ ശരിക്കും വെള്ളം നിൽക്കുന്ന സ്ഥലമാണ്. നമ്മുടെ വീടിനോട് ചേർന്നാണ് ഈ പുഞ്ച കേട്ടോ. ഇത് നമ്മൾ നല്ല ഹൈറ്റിലാണ് ഇവിടെ പൊക്കി കെട്ടിയിരിക്കുകയാണ്. സൈഡൊക്കെ പാറയിട്ട് കരിങ്കല്ല് ഉപയോഗിച്ച് നമ്മൾ ഒരു 15 അടി ഹൈറ്റിലാണ് ഈ മതിൽ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ചെറിയ വള്ളത്തിൽ ഈ പാടത്തൂടെ ഈ വെള്ളം പോകുന്ന സമയത്ത് ഒരുപാട് ഇതുവഴി യാത്ര ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് മീനുകളൊക്കെ നമ്മൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് മീനുകളെയൊക്കെ നമ്മൾ ഇവിടുന്ന് ഈ വള്ളം ഉപയോഗിച്ച് വലയിട്ട് നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളം കയറുന്ന സമയത്ത് ഈ വള്ളത്തിൻ്റെ കൂടുതൽ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. ഈ വള്ളത്തെ നമ്മൾ യാത്ര ചെയ്യുന്നതും മീൻ പിടിക്കുന്ന വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അതിനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് കേട്ടോ. സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക, നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വീഡിയോകൾ നമ്മൾ ഇനി വെള്ളം കയറുന്ന സമയത്ത് ഈ വള്ളത്തിനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്.